തരൂർ എപ്പോഴും പറയുന്ന സ്വയം ചേർന്നു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ലിബറൽ മതേതര രാഷ്ട്രീയത്തെ സത്യത്തിൽ അതിനെ മുഴുവൻ റദ്ദു ചെയ്യുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ രാമനെ അസ്ത്രായുദ്ധനായിട്ടുള്ള സംഹാരമൂർത്തിയാക്കി മതപരിവർത്തനം ചെയ്യിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലൊരു പരിവർത്തനം നടത്തിക്കൊണ്ട് ഇന്ത്യയെ എന്നേക്കുമായിട്ട് വൈകാരികമായി വിഭജിച്ചതാണ് ലാൽ കൃഷ്ണ അദ്വാനി. ആ ലാൽ കൃഷ്ണ അദ്വാനിയെ ഈ രാജ്യത്തിന് ചെയ്ത ഏറ്റവും വലിയ പൊതുസേവനം എന്ന് പറയപ്പെടുന്ന അതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള തരൂരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ അതിലില്ലാത്ത വായനയും അറിവും ഭാഷാ സ്വാധീനവും ലോകപരിചയവും ഒന്നും വേണ്ട എന്ന് കൂടി പറയട്ടെ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതീതമായ ഇത്തിരി മനുഷ്യ സ്നേഹവും വിവേകവും ഹൃദയവിശാലതയും മാത്രം മതി അതെന്താണ് എന്ന് തിരിച്ചറിയുവാൻ. അധികാരത്തിൻ്റെ ചിരി എന്നും വശ്യമായിരിക്കും. എങ്കിലും ബഹുമാന്യനായ തരൂർ വല്ലപ്പോഴും കക്കാട് പറഞ്ഞതുപോലെ നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കുക, ഇരുളിൻ്റെ അറകളിൽ എവിടെയോ ഒരു ഓർമ്മകളുണ്ട്, അത് ആ ഓർമ്മകളെ എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ തരൂർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ എത്ര കാലം ഈ കോൺഗ്രസിനോട് കിടപിടിച്ച് മത്സരിച്ചും തമ്മിൽ തല്ലിയും ഇങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു പറ്റം നേതാക്കൾ ശശി തരൂരിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് BJPയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാമനെയും രാമരാജ്യത്തെയും ഒക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയും BJPയോടൊപ്പം ഓരം ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം. ഇങ്ങനൊരു നാണക്കേട് കോൺഗ്രസിന് ഉണ്ടാകാനില്ല. ശശി തരൂരിനെ കുറിച്ച് പലപ്പോഴും ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിലൊക്കെ ഞാൻ ശശി തരൂരിൻ്റെ മഹത്വത്തെക്കുറിച്ച് പലപ്പോഴും പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.